കെഫ് എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ കേട്ട് കാണും. പല പ്രൊഡക്റ്റുകളും കെഫിൻ്റെതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ് കെഫ് എന്ന് പറയുന്നത്. കെഫിൻ്റെ ഒരു ഹൈ എൻഡ് മോഡൽ സെൻട്രൽ സ്പീക്കറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോണത്. നിങ്ങളൊരു ലിവിംഗ് റൂം സെറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഒരു തിയേറ്റർ റൂം സെറ്റ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും LCR സ്പീക്കേഴ്സ് ലെഫ്റ്റ് റൈറ്റ് സെൻട്രൽ സ്പീക്കർ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം പ്രൊഡ്യൂസ് ചെയ്യണത് ഈ 3 സ്പീക്കറിൽ നിന്നാണ്. അത്തരത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയാവുന്ന ഏറ്റവും നല്ല റിവ്യൂ ഉള്ള കെഫിൻ്റെ ഒരു സെൻട്രൽ സ്പീക്കറാണ് Q650C എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഞാൻ ഈ ഒരു സെൻട്രൽ സ്പീക്കറിൻ്റെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ വലിപ്പം ഏകദേശമൊക്കെ മനസ്സിലായി കാണും. 2 കളറിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. സാറ്റിൻ ബ്ലാക്കും സാറ്റിൻ വൈറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഭാരം എന്ന് പറയുന്നത് 13.6 കിലോയാണ്. ഇനി സ്പീക്കറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് 2.5 സ്പീക്കറാണ്. ഒരു ട്വീറ്ററും ഒരു മിഡും ഒരു വൂഫറും ഒരു പാസീവ് റേഡിയേറ്ററും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. 2 വൂഫറല്ല വരുന്നത്, ഒരെണ്ണം പാസീവ് റേഡിയേറ്ററാണ്. യുണീക്യൂ ടെക്നോളജി കമ്പനി ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെഫിൻ്റെ ഒട്ടുമിക്ക സ്പീക്കറുകളിലും നമുക്ക് ഈ ഒരു യുണീക്യൂ ടെക്നോളജി കാണാനായിട്ട് സാധിക്കും. കെഫിൻ്റെ പാറ്റേൺ ടെക്നോളജി കൂടിയാണത്. വൂഫറിൻ്റെ സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ മിഡിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമുക്ക് ഈ ഒരു യുണീക്യൂ ടെക്നോളജി കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മോഡലിലേക്ക് ഈ ഒരു സെൻട്രൽ സ്പീക്കറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മിഡിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. വോക്കൽ കൂടുതൽ ക്ലിയർ ആവാനും കൂടുതൽ എൻഹാൻസ് ചെയ്യാനും ഡയലോഗുകൾ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് നൽകാനായിട്ടും ഈ യുണീക്യൂ ടെക്നോളജി സഹായിക്കും. ഞാൻ പറഞ്ഞിരുന്നു ഇത് 2.5 സ്പീക്കറാണ്. 1 ഇഞ്ചിൻ്റെ വെൻഡഡ് അലുമിനിയം ഡോം ട്യൂട്ടറും 6.5 ഇഞ്ചിൻ്റെ മിഡും 6.5 ഇഞ്ചിൻ്റെ വൂഫറും 6.5 ഇഞ്ചിൻ്റെ പാസീവ് റേഡിയേറ്ററും നമുക്ക് ഈ ഒരു മോഡലിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്ന റെക്കമെൻഡഡ് ആംപ്ലിഫയർ നോക്കുകയാണെങ്കിൽ 150 വാട്ട്സ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് 64 ഹെഡ്സ് മുതൽ 28 കിലോ ഹെഡ്സ് വരെയാണ്. സെൻസിറ്റിവിറ്റി 87 dB, മാക്സിമം ഔട്ട്പുട്ട് 110 dB. ഇംപെഡൻസ് നോക്കുകയാണെങ്കിൽ 8 ohms ആണ് വരുന്നത്. ഇനി ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വന്നേക്കണത് 21 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വന്നേക്കണത് 62.9 സെൻറ്റിമീറ്ററും ഡെപ്ത് വന്നേക്കണത് 30.4 സെൻറ്റിമീറ്ററുമാണ്. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബനാന പ്ലഗ് കണക്ട് ചെയ്യണ ആ ഒരു ഭാഗവും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 82,000 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ MRP വരുന്നത്. അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾ MRP കാര്യമാക്കണ്ട. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്ത് തരാനായിട്ട് സാധിക്കും. പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സൈനിങ് ഓഫ്, ഹോം കണക്ട്.